ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 61. വിമോചനത്തിൻ്റെ സദ്വാർത്ത. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീരിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും. പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും. നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും. തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. വിദേശികൾ നിങ്ങളുടെ ആട്ടിൻപറ്റങ്ങളെ മേയ്ക്കും. പരദേശികൾ നിങ്ങളുടെ ഉഴവുകാരും മുന്തിരി വെട്ടിയൊരുക്കുന്നവരും ആകും. കർത്താവിൻ്റെ പുരോഹിതരെന്ന് നിങ്ങൾ വിളിക്കപ്പെടും. നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകരെന്ന് നിങ്ങൾ അറിയപ്പെടും. ജനതകളുടെ സമ്പത്ത് നിങ്ങൾ അനുഭവിക്കും. അവരുടെ ധനം കൈവശപ്പെടുത്തി നിങ്ങൾ അഭിമാനിക്കും. ലജ്ജിതരായിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും. അപമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കും. നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും. നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. കാരണം കർത്താവായ ഞാൻ നീതി ഇഷ്ടപ്പെടുന്നു. കൊള്ളയും തിന്മയും ഞാൻ വെറുക്കുന്നു. വിശ്വസ്തയോടെ അവർക്ക് ഞാൻ പ്രതിഫലം നൽകും. അവരുമായി ഞാൻ നിത്യമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. അവരുടെ പിൻതലമുറ ജനതകളുടെ ഇടയിലും സന്തതി രാജ്യങ്ങൾക്കിടയിലും അറിയപ്പെടും. കർത്താവിനാൽ അനുഗ്രഹീതമായ ജനമെന്ന് അവരെ കാണുന്നവർ ഏറ്റുപറയും. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. വരൻ പുഷ്പമാല്യമണിയുന്നത് പോലെയും വധു ആഭരണ ഭൂഷിതയാകുന്നത് പോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തു. മണ്ണിൽ മുള പൊട്ടി വരുന്നത് പോലെയും തോട്ടത്തിൽ വിത്ത് മുളയ്ക്കുന്നത് പോലെയും ജനതകളുടെ മുൻപിൽ നീതിയും സ്തുതിയും ഉയർന്നു വരാൻ കർത്താവ് ഇടയാക്കും. പ്രിയ ദൈവജനമേ, ബാബിലോണിയൻ പ്രവാസത്തിൻ്റെ കഠിനമായ ദുരിതങ്ങൾക്കൊടുവിൽ പ്രത്യാശയുടെ പൊൻകിരണങ്ങൾക്കായി കാത്തിരുന്ന ഇസ്രായേൽ ജനതയ്ക്കാണ് ഏശയ്യാ പ്രവാചകൻ ഈ 61 അധ്യായത്തിലൂടെ ദൈവവചനം പകർന്നു നൽകുന്നത്. രാഷ്ട്രീയമായ തകർച്ചയും ആത്മീയമായ ശൂന്യതയും അനുഭവിച്ചിരുന്ന ജനതയ്ക്ക് മുൻപിൽ വിമോചനത്തിൻ്റെ പുതിയൊരു യുഗം സമാഗതമായിരിക്കുന്നു എന്ന ശുഭവാർത്തയാണ് ഈ 61 അധ്യായം വിളംബരം ചെയ്യുന്നത്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന പ്രഖ്യാപനത്തോടെ ആരംഭിക്കുന്ന ഈ വചനഭാഗം തകർന്ന ഹൃദയമുള്ളവരെ സുഖപ്പെടുത്താനും തടവുകാർക്ക് മോചനം നൽകാനുമുള്ള ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലിനെ സൂചിപ്പിക്കുന്നു. അഹസിൻ്റെയും ഹെസക്കിയ രാജാവിൻ്റെയും കാലഘട്ടത്തിൽ ആരംഭിച്ച ഈ വിമോചന സന്ദേശം പ്രവാസാനന്തര ജെറുസലേമിൻ്റെ പുനർനിർമ്മാണത്തിൽ അതിൻ്റെ ആദ്യകാല പൂർത്തീകരണം കണ്ടെത്തുന്നു. പ്രവാചകനായ ഏശയ്യാ തൻ്റെ ജനത്തോടുള്ള അഗാധമായ സ്നേഹവും ദൈവഹിതത്തോടുള്ള അചഞ്ചലമായ ധൈര്യവും ഇവിടെ പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ജനത്തിൻ്റെ വിലാപത്തെ സന്തോഷത്തിൻ്റെ തൈലം കൊണ്ട് മായ്ച്ചു കളയുന്ന ഒരു കാരുണ്യവാനായ ദൈവത്തെയാണ് ഏശയ്യാ പ്രവാചകൻ ഇവിടെ വരച്ചു കാട്ടുക. നീതിയുടെ കരുത്തുറ്റ മരങ്ങളായി ജനത്തെ മാറ്റുക എന്നതാണ് ദൈവത്തിൻ്റെ ഈ അദൃശ്യമായ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പ്രവാചകൻ ഉറച്ച് വിശ്വസിച്ചിരുന്നു. കർത്താവായ യേശു തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ നസ്രത്തിലെ സിനഗോഗിൽ വെച്ച് ഈ പ്രവചനം തന്നെക്കുറിച്ച് തന്നെയുള്ളതാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഇതിന് പുതിയൊരു അർത്ഥവും മാനവുമുണ്ടായി. അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് മോചനവും നൽകുന്ന മിശിഹായുടെ ഈ ശുശ്രൂഷ പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന ഏതൊരു മനുഷ്യനും നൽകുന്ന വലിയൊരു ആശ്വാസമാണ്. ആത്മീയ ദാരിദ്ര്യം അനുഭവിക്കുന്ന നവീന ലോകത്ത് ഈ പ്രവാചക സന്ദേശം ഓരോ വിശ്വാസിക്കും ആത്മധൈര്യവും ഹൃദയവിശാലതയും നൽകാൻ പര്യാപ്തമാണ്. പ്രിയ സഹോദര സഹോദരി, ഇന്നത്തെ അശാന്തി നിറഞ്ഞ ലോക സാഹചര്യങ്ങളിൽ അനീതിക്കെതിരായ ദൈവത്തിൻ്റെ വിധി തീർപ്പും അതേസമയം അനുദപിക്കുന്നവർക്കുള്ള കരുണയും ഈ വചനഭാഗം ഓർമ്മിപ്പിക്കുന്നു. ദൈവം നീതിമാനാണെന്നും
അവിടുത്തെ വിധി അനീതിക്കും അക്രമത്തിനും എതിരെയുള്ള ആയുധമാണെന്നും നാം തിരിച്ചറിയണം. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ ചാരത്തിന് പകരം കിരീടം നൽകുന്ന ദൈവത്തിൻ്റെ മഹാമനസ്കതയെക്കുറിച്ച് നാം ഇവിടെ ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ രക്ഷാകരമായ കരുണ സകല മനുഷ്യരിലേക്കും ഒഴുകുന്ന ഒരു വസന്തകാലമായി പ്രവാചകൻ ഇതിനെ കാണുന്നു. കർത്താവിൻ്റെ പ്രീതിയുടെ വത്സരത്തിനായി കാത്തിരിക്കാൻ ഇത് നമ്മെ ഓരോരുത്തരെയും ഇന്ന് പ്രചോദിപ്പിക്കട്ടെ. നമ്മുടെ സമകാലീന ജീവിതത്തിലെ വെല്ലുവിളികളെയും പരീക്ഷണങ്ങളെയും നേരിടാൻ യേശയ്യാ പ്രവാചകൻ്റെ ഈ ദർശനം വലിയ ഉൾക്കാഴ്ചയാണ് നമുക്കോരോരുത്തർക്കും ഇന്ന് നൽകുന്നത്. സുവിശേഷത്തിൻ്റെ സദ്വാർത്ത ദരിദ്രരെ അറിയിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്ന ബോധ്യം ഈ വചനം നമ്മിൽ വളർത്തട്ടെ. ദൈവത്തിൻ്റെ പ്രതികാര ദിവസം പാപത്തിന്മേലുള്ള അന്തിമ വിജയത്തെയും വിശുദ്ധരുടെ സന്തോഷത്തെയും സൂചിപ്പിക്കുന്ന ഒന്നാണ്. വസ്ത്രം ധരിക്കുന്നത് പോലെ നീതിയും രക്ഷയും ധരിച്ചുകൊണ്ട് ദൈവത്തിന് മുൻപിൽ നിൽക്കാൻ നാം നമ്മെ തന്നെ സജ്ജമാക്കി ഒരുക്കി നിർത്തണം. ഈ ലോകത്തിലെ കഷ്ടപ്പാടുകൾ താൽക്കാലികമാണെന്നും നിത്യമായൊരു സന്തോഷം നമ്മെ കാത്തിരിക്കുന്നു എന്നുള്ള വിശ്വാസം നമ്മുടെ പ്രാർത്ഥനകളിൽ നിറയട്ടെ. സഭയുടെ വിശുദ്ധമായ കൂദാശകളിലൂടെ ഈ അഭിഷേകം നമുക്ക് പുതുക്കാം. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി നമുക്ക് ജാഗ്രതയുള്ളവരായി ഇരിക്കാം. ആത്മീയമായ ഒരുക്കം അതുവഴി മാത്രമേ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുകയുള്ളൂ എന്ന് നാം എപ്പോഴും സ്മരിക്കണം. കർത്താവിൻ്റെ മണവാട്ടിയായി ഒരുക്കപ്പെട്ട ജെറുസലേമിനെ പോലെ നമ്മുടെ ആത്മാക്കളെയും പരിശുദ്ധിയാൽ അലങ്കരിക്കാൻ ഈ നോമ്പുകാലം നമ്മൾക്ക് സഹായകരമാകട്ടെ. വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാനും യേശയ്യാ പ്രവാചകൻ്റെ 61 അധ്യായം നമുക്ക് വലിയൊരു പാഠപുസ്തകം തന്നെയാണ്. അവിടുന്ന് നൽകുന്ന നീതിയുടെ വസ്ത്രം ധരിച്ച് ലോകത്തിന് പ്രകാശമായി മാറാൻ ഓരോ കത്തോലിക്ക വിശ്വാസിയും കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളെ ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ അവിടുന്ന് അവയെ മഹത്വത്തിൻ്റെ അടയാളങ്ങളാക്കി മാറ്റുന്നു. വരാനിരിക്കുന്ന മഹത്തായ വിരുന്നിനായി നമ്മുടെ ഹൃദയങ്ങളെ പാകപ്പെടുത്തുകയും സഹോദരങ്ങളിൽ ക്രിസ്തുവിനെ ദർശിക്കുകയും ചെയ്യാം. വചനം മാംസമായി നമ്മോടൊപ്പം വസിച്ചതുപോലെ ആ വചനത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ. പ്രത്യാശയോടെയും സന്തോഷത്തോടെയും ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കാൻ ഈ വചനഭാഗം നമുക്ക് എന്നും പ്രചോദനമാകട്ടെ. നിത്യജീവൻ്റെ പാതയിൽ നടക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും തൻ്റെ കൃപയാൽ നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരുമിച്ച്. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും തൻ്റെ തിരുക്കുമാരൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.